പെണ്ണേ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടേ ഇങ്ങനെ പൊക്കാൻ പറ്റാവോ? അത് നോക്കിയാണെങ്കിൽ മൂന്നെണ്ണം കൂടി ഇത് വീഴും. വീണാ കൊപ്പം ഗൈസ്. അതെ നോക്കിയേ, ഇത് ഒരു ഈർക്കിളിയാണ്, ഇത് വേറൊരു ഈർക്കിളി. ഇതിങ്ങനെ വെക്കും കണ്ടോ? ഓക്കെ, ഇനി ഒരു ഈർക്കിളി നിങ്ങളുടെ കയ്യിൽ തരും. ഇത് വെച്ചിട്ട് ഈ മൂന്നെണ്ണം കൂടി ഒരുമിച്ച് എടുക്കണം. ഓക്കെ, ഒരു പസില് പോലെയാ. അളക്കലടാ. ഓക്കെ, ആ എടുത്ത് കാണിക്കില്ല. ഈ ഒരു ഈർക്കിളി വെച്ചിട്ട് ഈ മൂന്നെണ്ണം എടുത്ത് പൊന്തിക്കണം. ഓക്കെ, എടുത്തിങ്ങനെ തെറിപ്പിക്കുക അങ്ങനെയൊന്നല്ല, എടുത്തിങ്ങനെ പൊന്തിക്കണം. അവരായിരിക്കും വിന്നർ കേട്ടാ. പൊന്തിക്കണം, ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊന്തിക്കണം. അതിന് ടച്ച് ചെയ്തതാ, ഇതുമ്പോ ടച്ച് ചെയ്തപ്പോ വീഴും. വെറുതെ തട്ടിയിടരുത്, ലാസ്റ്റ് ട്രൈയിൽ മാത്രം. പറ്റില്ലെങ്കിൽ വെറുതെ തട്ടിയില്ല. അത് ടച്ച് ചെയ്യല്ല, വീഴും. ടച്ച് ചെയ്യല്ല. മൂന്നെണ്ണം വരണില്ലേ? ടച്ച് ചെയ്യാൻ പാടുണ്ടാവും. എങ്ങനെ? ആ ടച്ച് ചെയ്തിട്ട് നമ്മള് കൈ ടച്ച് ചെയ്യാൻ പാടില്ല. ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇത് കൂട്ടി മൂന്നെണ്ണം കുറച്ച് ബുദ്ധി ചിരിച്ചത്. ടച്ച് ചെയ്യില്ലടാ, വീഴും വീഴും വീഴും. ടച്ച് ചെയ്യലാട്ടാ, വീഴൂട്ടാ. അവിടെ നിക്ക്. ഇങ്ങനെ തട്ടിയെടുത്താ ഇങ്ങനെ പൊന്തിക്കണം. ഇങ്ങനെ വളഞ്ഞു പോരുക. ശില്പിച്ച് വന്ന് നിൽക്കേ, അവിടെ നിന്ന് ആലോചിക്കേ. ടച്ച് ചെയ്യല്ലേ. നമുക്ക് എത്ര പരിപാടി ഇല്ലാതെ വേണ്ട. മൂന്നെണ്ണം കൂടി ഒരുമിച്ച് പൊന്തിക്കാം. മൂന്നെണ്ണം കൂടി ഒരുമിച്ച് അഞ്ചര കിട്ടിട്ടാ അത് നല്ല ഭംഗിയിൽ വെച്ചത്. പെണ്ണേ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടേ ഇങ്ങനെ പൊക്കാൻ പറ്റാവോ? അത് പൊക്കിയാണെങ്കിൽ മൂന്നെണ്ണം കൂടി ഇത് വീഴും. വീണാ കൊപ്പം മാർഗം വ്യത്യസ്തമായിരുന്നു. തന്നെയാണോ? അതെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ. അഞ്ജന ഏകദേശം അടുത്തെത്തി കേട്ടോ. ഞാൻ അതിന്റെ പ്രൈസ് കിട്ടിയ പകുതിക്കായിരുന്നു. ചിന്തിച്ച് കഴിഞ്ഞാൽ മൂന്നാമത് പോക്കാൻ പറ്റും.
അങ്ങനെ ഏകദേശം എടുക്കണ്ടേ? ടച്ചില്ല. യെസ്, അഞ്ജന ഏകദേശം അടുത്താണ് കേട്ടോ. ചൂട് ചൂട്. അത് ടച്ച് ചെയ്യല കേട്ടോ. വേറൊരു ഐഡിയ കിട്ടില്ല. നേരത്തെ കൊറച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് സമ്മാനം തരണം. സെക്കൻഡ് പ്രൈസ് ഐഡിയനെ പറഞ്ഞ ഞാൻ ചെയ്തോണ്ട് അടി കൊടുത്തു. ഈ സാധനം അടിയിലേക്ക് ഇത് പൊന്തിച്ചിട്ട് ഇത് അടിയിലേക്ക് ഞാൻ പുറത്തുകൂടെ ഇതാക്കി അതുപോലെ തന്നെ ട്രൈ ആക്കിയേക്കാം. എങ്ങനെ അടിയിക്കുന്നില്ല ഇതും ടച്ച് ചെയ്യരുത് കേട്ടാ. കാണുന്നില്ല. 3 ഈർക്കിൽ ഒരുമിച്ച് പൊന്തിക്കണം. പൊന്തിച്ച് എറിയാനല്ല, പൊന്തിച്ച് നിർത്തണം. വെറുതെ തട്ടിയിടരുത് കേട്ടാ. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. നോ പോയി പോക്കണം. പറ്റും. You can do it. ഇതിന്റെ അടിയിലേക്ക് വന്നാ കിട്ടില്ലേ? തട്ടി. ചോദിക്കട്ടെ, ഇതിന്റെ കൂടെ ഞാൻ പറ്റോ? അതിന് ഞാനും എന്ത് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ മോളിൽ കൂടെ ഇതെടുത്തിട്ട് പിന്നെ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒറ്റ തവണ വെച്ച് എങ്ങനെയെങ്കിലും ചെയ്ത് നോക്കാം. 5 ശരിയായതാണ്. അത്ര ചിന്തിക്കണ്ട, നീ ധൈര്യം ഇടി ചെയ്തോ, കിട്ടും. 5 അടുക്കാലൊക്കെ ചെയ്താൽ മതി. അത് പോകും. ഇല്ല, ഇത് അയ്യോ സോറി അതിനെ കട്ടലില്ല. അതാണ് സംഭവം അല്ലേ? അയ്യോ സംഭവം എന്താ അറിയോ? ഇങ്ങനെ വന്നിട്ടേ ഇങ്ങനെ വരും. തോറ്റാ ഇങ്ങനെ വന്നിട്ട് ഈ സാധനം പൊക്കിക്കേണ്ട സാധനം അതല്ലേ കറക്റ്റ് അല്ലേ? നോക്കണ്ട, ട്രൈ ചെയ്യണ്ട. ഒരു മിനിറ്റ് ഞാൻ ട്രൈ ആക്കിയോണ്ടോ? അങ്ങനെ ട്രൈ ആക്കിയോട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊക്കു ചെയ്യുമ്പോള് കൈ വറക്കണ്ട. അതെ സംഭവം